കഥ ഭർത്താവ് ഭാഗം 70. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ നേരം. ഇന്ന് രാവിലെ മധുരിമ ഊട്ടിയിലേക്ക് തിരിച്ച് പോകുകയായതിനാൽ അവളെ യാത്രയാക്കാനായി സുനിതയും ശ്രീലേഖയും തളിക്കിലേക്ക് പോയിട്ട് വന്നതേയുള്ളൂ. ശ്രീകുട്ടൻ നാളെ രാവിലെ തിരിച്ചെത്തിക്കോളമെന്ന ഉറപ്പിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ള നേരത്തിന് മുൻപേ ഗോപിനാഥൻ അവനെ വീട്ടിൽ കൊണ്ടുവിടും. രാവിലെ സ്കൂളിലേക്ക് പോകാൻ നേരം ബുക്കുകളെല്ലാം വാരിയെടുക്കാൻ നിൽക്കാതെ ഇപ്പോഴേ എല്ലാം എടുത്ത് വെച്ചേക്കണേ മോളെ, ശ്രീലേഖ അനുജത്തിയെ ഓർമ്മിപ്പിച്ചു. ചേച്ചി നാളെ ജോലിക്ക് പോകുന്നില്ലേ? അതോ ഇനിയും 2 ദിവസം കൂടി നീട്ടിക്കൊണ്ടു പോകാനാണോ പ്ലാൻ? ചേച്ചി ഒറ്റയ്ക്ക് ഇവിടെ വെറുതെ ഇരുന്നാൽ ഓരോന്നോർത്ത് സങ്കടപ്പെടാമെന്നേ ഉള്ളൂ ചേച്ചി. നിനക്ക് ട്യൂഷനില്ലേ മോളെ? അതുകൊണ്ട് രാവിലെ പോകണ്ടേ? നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞല്ലേ എനിക്കിറങ്ങാൻ പറ്റൂ. അമ്മയുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് 2 പേർക്കും ഒന്നിച്ച്. അത്രയും പറഞ്ഞപ്പോഴേക്കും എന്തോ അബദ്ധം സംസാരിച്ച മട്ടിൽ ശ്രീലേഖ നിർത്തിക്കളഞ്ഞു. സുനിതയുടെയും കൺമണ്ണിലൂടെ കുറേ നല്ല കാലത്തിൻ്റെ മനസ്സ് കുളിർപ്പിക്കുന്ന ഓർമ്മകൾ കടന്നുപോയി. 5 മണിക്ക് മുൻപേ അമ്മ വന്ന് വിളിച്ചുണർത്തുന്നതും കണ്ണിൽ നിന്ന് മയക്കം മാറാനായി കടുങ്കാപ്പി കൊണ്ടുവന്ന് നിർബന്ധപൂർവ്വം കുടിപ്പിക്കുന്നതും താൻ പഠിക്കാനിരുന്നെന്ന് ഉറപ്പാക്കി കഴിഞ്ഞ് അമ്മ വീണ്ടും പോയി മയങ്ങാൻ കിടക്കുന്നതും എല്ലാം ഇന്നലെയും നടന്ന പോലെ അവൾക്ക് തോന്നി. ചേച്ചി, അമ്മയ്ക്കിപ്പോൾ ഒരുവിധം സുഖമായി വരുന്നതെന്നല്ലേ സുഖവേട്ടൻ്റെ അമ്മ വന്നപ്പോൾ പറഞ്ഞത്? നമുക്കൊന്ന് പോയി അമ്മയെ കാണണ്ടേ ചേച്ചി? എപ്പോഴും അങ്ങോട്ട് ഈ ആവശ്യം പറഞ്ഞ് ചെല്ലരുതെന്ന് പോലീസിൻ്റെ നിർദ്ദേശമുള്ളതല്ലേ? ഇനി അമ്മ നമ്മളെ കാണണമെന്ന് ആവശ്യപ്പെട്ടാൽ അവർ അറിയിക്കും. അതുവരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അമ്മ ജയിലിലേക്ക് പോകുന്നത് എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല ചേച്ചി. നമ്മളോടൊപ്പം ഈ വീട്ടിൽ സന്തോഷമായി ജീവിച്ചു പോകുന്ന നമ്മുടെ അമ്മ, ആ ജീവിതത്തെ അമ്മ എങ്ങനെ നേരിടും ചേച്ചി? നമ്മളെക്കുറിച്ചോർത്ത് ജയിലിറക്കിയുള്ളിൽ കിടന്ന് ഉരുകി തീരാനായിരിക്കുമോ ദൈവമേ നമ്മുടെ അമ്മയുടെ വിധി? സുനിത പറഞ്ഞു നിർത്തിയതും മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. നീ അതാരാണെന്ന് നോക്കുമോളെ, ഞാൻ ആ പുറത്ത് കിടക്കുന്ന തുണികളൊക്കെ ഒന്ന് വാരിക്കൊണ്ടുവരട്ടെ. ശ്രീലേഖ അടുക്കള ഭാഗത്ത് ഉണങ്ങാൻ വിരിച്ചിട്ടിരുന്ന തുണികൾ എടുക്കാനായി പുറത്തേക്ക് പോയി. ഹാളിൽ നിന്ന് സിറ്റൗട്ടിലേക്ക് കാലെടുത്ത് വെച്ച സുനിത അമ്പരന്ന് പോയി. അവൾ ആദ്യം കാണുന്നത് സജിത്തിൻ്റെ അച്ഛൻ രവികൃഷ്ണൻ കാറിന് പുറത്തിറങ്ങി നിൽക്കുന്നതാണ്. തൊട്ടു പിന്നാലെ അമ്മ ജയകലയും ജയകലയുടെ കൈപിടിച്ച് ചെമ്പകക്കുട്ടിയമ്മയും കാറിന് പുറത്തിറങ്ങി. അവസാനമാണ് സജിത്ത് പുറത്തിറങ്ങിയത്. തങ്ങളെ കണ്ട് അമ്പരന്ന് നിൽക്കുന്ന സുനിതയെ നോക്കി അവൻ കൈ ഉയർത്തി കാണിച്ചു. സുനിത പെട്ടെന്ന് ചേച്ചി എന്ന് വിളിച്ചും കൊണ്ട് തിരിഞ്ഞോടിക്കളഞ്ഞു. നമ്മളെയെല്ലാം കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ അവൾ വിരണ്ടുപോയെന്ന് തോന്നുന്നു, ചെമ്പകക്കുട്ടിയമ്മ എല്ലാവരോടുമായി പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ചെക്കനോട്, സുനിതയെ വിളിച്ചൊരു സൂചന കൊടുത്തേര്, നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവൾ നമ്മളെല്ലാം ഒരുമിച്ച് കണ്ട് പേടിച്ചു പോയെന്നാണ് തോന്നുന്നത്. ജയകലയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. സുനിത ഓടിയിറങ്ങി ശ്രീലേഖയുടെ അടുത്തേക്ക് ചെന്ന് വന്നിരിക്കുന്നത് ആരെന്നറിയിച്ചു. അവരെ അവിടെ പുറത്ത് നിർത്തിയിട്ട് നീ ഇങ്ങ് പോന്നോ? അവരോട് കയറിയിരിക്കാൻ പറയാമായിരുന്നില്ല മോളെ നിനക്ക്? എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ, അതാ ഞാനോടി ചേച്ചിയുടെ അടുത്തേക്ക് വന്നത്. അതൊക്കെ അവിടെ ഇട്ടിട്ട് ചേച്ചി വാ. ശ്രീലേഖ കയ്യിൽ അടുക്കി പിടിച്ചിരുന്ന ഉണങ്ങിയ തുണികളെല്ലാം അവൾ വാങ്ങി അഴയിലേക്കിട്ടു. പിന്നെ അവൾ ശ്രീലേഖയുടെ കൈ പിടിച്ച് അതിഥികളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ശ്രീലേഖ ചെന്ന് അവരെ സ്വീകരിച്ചു സ്വീകരണമുറിയിൽ കൊണ്ടിരുത്തി. അവർക്ക് കുടിക്കാനായി ജ്യൂസ് എടുക്കാൻ പറയാൻ സുനിതയെ നോക്കുമ്പോൾ അവിടെ സുനിതയില്ല. രണ്ടും കൂടി ഇതേ വെളിയിൽ നിൽപ്പുണ്ട്. കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്, അതിൻ്റെ പലിശ ചേർത്തു പറഞ്ഞു തീർക്കേണ്ടേ? ചെമ്പകക്കുട്ടിയമ്മ അവർ നിൽക്കുന്ന ഇടത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വെള്ളമെടുക്കട്ടെ കുടിക്കാൻ? ശ്രീലേഖ ചോദിച്ചു. മോൾ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനും വരാം സഹായിക്കാൻ. ചെമ്പകക്കുട്ടിയമ്മയും ശ്രീലേഖയോടൊപ്പം കൂടി. ശ്രീലേഖ ടാങ്ക് കലക്കിയെടുത്തപ്പോഴേക്കും ചെമ്പകക്കുട്ടിയമ്മ ഗ്ലാസുകൾ നിരത്തി വെച്ചു. ഗ്ലാസുകളിലേക്ക് ജ്യൂസ് പകർന്നെടുക്കുന്നിടയിൽ ശ്രീലേഖ ചെമ്പകക്കുട്ടിയമ്മയോട് ചോദിച്ചു, എന്താ മുത്തശ്ശി എല്ലാവരും കൂടി ഒരു മുന്നറിയിപ്പുമില്ലാതെ? എന്തെങ്കിലും വിശേഷമുണ്ടോ വീട്ടിൽ? വിശേഷമോ? അവിടെ ഒരു വിശേഷവുമില്ല. പിന്നെ ഞങ്ങൾക്കിങ്ങോട്ട് വരാൻ നേരം വല്ലതും നോക്കണോ മോളെ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ലേ മുത്തശ്ശി പറഞ്ഞത്. എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ടപ്പോൾ എനിക്കെന്തോ, അവർക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. നീ വാ മോളെ.
ഒരു ട്രേയിൽ 4 ഗ്ലാസ് ജ്യൂസുകളും എടുത്ത് ശ്രീലേഖ മുൻപേ നടന്നു. അതിൽ നിന്ന് ഓരോ ഗ്ലാസ് എടുത്ത് അവൾ ജയകലയ്ക്കും രവികൃഷ്ണനും നൽകി. ചെമ്പകക്കുട്ടിയമ്മ പുറത്തേക്ക് ചെന്ന് സജിത്തിനെ വിളിച്ചു. എടാ മോനെ, ഇങ്ങോട്ട് വന്നേ നീ. ഇവിടെ നിന്ന് സംസാരിച്ച് രണ്ടും കൂടി 1.5 കിലോമീറ്റർ അപ്പുറം പോയല്ലോടാ. മതി, ഇങ്ങോട്ട് വാ. ഇത്തിരി വെള്ളം കുടിച്ചിട്ട് പോയി നിന്ന് ബാക്കി സംസാരിക്കേ, അല്ലെങ്കിൽ തൊണ്ട പൊട്ടിപ്പോകും. പറഞ്ഞില്ലെന്ന് വേണ്ട. അയ്യ, മുത്തശ്ശിയുടെ ഒരു അളിഞ്ഞ തമാശ. ഇത് കേട്ടാൽ ചിരിക്കണമെങ്കിൽ ആരെങ്കിലും പിന്നിൽ നിന്ന് ഇക്കിളിയിടണം. നിന്നെ ചിരിപ്പിക്കാനൊന്നുമല്ലടാ ഞാൻ പറഞ്ഞത്. നീ ആ പെങ്കച്ചിനോട് ഇങ്ങോട്ട് വരാൻ പറയേ. അതിനെൻ്റെ അച്ഛൻ അന്വേഷിക്കുന്നു. അമ്മേ, ഒന്ന് പതുക്കെ. അവിടെയൊക്കെ ചുറ്റിനും വീടുണ്ട്. അവിടെയുള്ളവരൊക്കെ ശ്രദ്ധിക്കും. ചെമ്പകക്കുട്ടിയമ്മയുടെ ഉറക്കെയുള്ള സംസാരം കേട്ട് ജയകല എണീറ്റ് പുറത്തേക്ക് ചെന്നു. അയൽക്കാർ കേട്ടാൽ എന്താടി, ഞാനതിന് അനാവശ്യമല്ലെന്നും പറഞ്ഞോ? അവൻ അവളെ കെട്ടിക്കഴിഞ്ഞു പുറത്തിറങ്ങിയെന്ന് സംസാരിക്കുമ്പോൾ നീ ഇത് തന്നെ പറയുമോ ജയ? അടുത്ത ആൾക്കാരുണ്ട്, അവർ ശ്രദ്ധിക്കുമെന്ന്. ഓ, ഈ അമ്മയെ കൊണ്ട് തോറ്റു. അതൊക്കെ ഇപ്പോഴേ പറയുന്നത് എന്തിനാ അമ്മയെ? അവർ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇപ്പോഴേ അതൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ എന്തിനാ ജയ നമ്മളെല്ലാവരും ചേർന്ന് ഇങ്ങോട്ട് വന്നത്? ജയകല അതിന് മറുപടി പറയാൻ നിൽക്കാതെ അകത്തേക്ക് പോന്നു. അവർക്ക് പിന്നാലെ ചെമ്പകക്കുട്ടിയമ്മയും സജിത്തും സുനിതയും മുറിയിലേക്ക് വന്നു. സുനിത ചെന്ന് ശ്രീലേഖയുടെ അടുത്ത് നിന്ന് എല്ലാവരെയും കൗതുകത്തോടെ നോക്കി. അവിടെല്ലാം ഒന്ന് നടന്നു നോക്കി കണ്ട ശേഷം ജയകല വന്ന് രവികൃഷ്ണൻ്റെ അടുത്തിരുന്നു. ശ്രീലേഖ നാളെ മുതൽ ജോലിക്ക് പോയി തുടങ്ങുവാണെന്ന് ഇവൾ പറഞ്ഞു. ജയകല സുനിതയുടെ നേർക്ക് കണ്ണുകൾ കാട്ടി. കുറച്ച് ദിവസമായില്ലേ അമ്മേ ലീവായിട്ട്? ഇനി പോകണം. ഇവരൊക്കെ നാളെ മുതൽ സ്കൂളിലേക്ക് പോകുമല്ലേ. അപ്പോൾ ഞാനും ഇറങ്ങിയേക്കാമെന്ന് വെച്ചു. ഇവൾക്കിനി 1 മാസത്തെ ക്ലാസ് എല്ലാം കാണും. എക്സാം കഴിഞ്ഞാലുടൻ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലേക്ക് പോകുമല്ലേ? ജയകല ചോദിച്ചു. പാലായിൽ ഒരു കോച്ചിങ് സെൻറ്റർ ഉള്ളതിൽ രവിയേട്ടൻ്റെ പരിചയക്കാർ ക്ലാസ് എടുക്കുന്നവൻ ഉണ്ട്. അവിടാണല്ലോ വിജയശതമാനം കൂടുതലുള്ളതും. അവിടെ തന്നെ നോക്കുന്നതാണ് നല്ലതല്ലേ രവിയേട്ടാ? അതിൻ്റെ ബ്രാഞ്ച് ചെങ്ങന്നൂർ എങ്ങും ഇല്ലല്ലോ. ഉണ്ടോ മോനെ? രവികൃഷ്ണൻ സജിത്തിനെ നോക്കി. സജിത്ത് നിഷേധാർത്ഥത്തിൽ തലയാട്ടി. അവൾക്കിപ്പോൾ മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ താല്പര്യമില്ലെന്നാണ് പറയുന്നത്. തുടർന്ന് ഡിഗ്രിക്ക് പോയാൽ മതിയത്രേ. ശ്രീലേഖ തൊട്ടടുത്ത് നിന്ന അനിയത്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സുനിതയാകട്ടെ ആർക്കും മുഖം കൊടുക്കാതെ കുനിഞ്ഞു നിലത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അതെന്താ മോളെ പെട്ടെന്നൊരു മാറ്റം? ഇവൾക്ക് പഠിച്ചൊരു ഡോക്ടർ ആകണമെന്നല്ലായിരുന്നു ആഗ്രഹം. സജിത്തിനോടും ഇവൾ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്താണെന്നറിയില്ല അമ്മേ. അവൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് നടത്തി കൊടുക്കാൻ പറ്റും. ഇവൾക്കും ചെറിയച്ഛൻ്റെ മോൾ മധുരിമയ്ക്കും ഒരേ ആഗ്രഹമായിരുന്നു. പക്ഷേ ഇവളിപ്പോൾ പിന്മാറിക്കളഞ്ഞു. ഞാൻ എത്ര ചോദിച്ചിട്ടും ഇവൾ കാരണം പറയുന്നില്ല. ചേകല എണീറ്റ് സുനിതയുടെ മുമ്പിലേക്ക് ചെന്ന് അവളുടെ മുഖം പിടിച്ചുയർത്തി. അവളുടെ കൺകോണിൽ എങ്ങോ ആശയുടെ ഒരു തിരിനാളം കെട്ടുപോകാതെ ബാക്കി കിടപ്പുണ്ടെന്ന് ജയകലയ്ക്ക് തോന്നി. പഠിക്കണ്ടേ? ആഗ്രഹം പോലെ പഠിച്ചൊരു ഡോക്ടറാകണ്ടേ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ജയകല ചോദിച്ചു. ജയകലയെ നോക്കി സുനിത ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് എങ്ങനെയൊക്കെയോ ആയിത്തീർന്നു. മോനോട് നീ പറഞ്ഞിട്ടില്ലേ ഞങ്ങൾക്കൊക്കെ എന്ത് അസുഖം വന്നാലും നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഫ്രീ ചികിത്സയാണെന്ന്? മുത്തശ്ശിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ നിന്നെ വിളിച്ചാൽ മതി, നീ വീട്ടിൽ വന്ന് മെഡിസിൻ തന്നോളാം എന്നല്ലേടി സജിത്തിനോട് പറഞ്ഞിട്ടുള്ളത്? എന്നിട്ടിപ്പോൾ എന്താ മോളെ അതെല്ലാം നീ വേണ്ടെന്ന് വെച്ചത്? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിമറിച്ച് കളയേണ്ട മോഹമൊന്നുമല്ല മോളെ അത്. നിന്നെപ്പോലെ പഠിക്കാൻ മിടുക്കിയ ഒരു പെൺകുട്ടിക്ക് വെറും നിസ്സാര കാര്യമാണ് അതൊക്കെ പഠിച്ചു നേടുക എന്നുള്ളത്. നിനക്കത് മനസ്സിലാകുന്നില്ലേ മോളെ? അവർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും അവൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. നീ അവളോട് ചോദിക്കേണ്ട ജയെ, അവൾ മറുപടി പറയില്ല. അവൾക്കറിയാം അവളുടെ മോഹങ്ങൾ ശ്രീലേഖ ഒറ്റയാളെ കൊണ്ട് കൂട്ടിച്ചേർക്കാൻ കഴിയില്ലെന്ന്. അത് മനസ്സിലാക്കിയിട്ടാണ് അവൾ പിന്മാറിക്കളഞ്ഞത്. ചെമ്പകക്കുട്ടിയമ്മയും അവരുടെ അടുത്തേക്ക് വന്നു. അതാണോ കാര്യം? ആണോ മോളെ? ജയകല ചോദിച്ചെങ്കിലും സുനിത മുഖം മാറ്റി പിടിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പറ, അമ്മ പറഞ്ഞതാണോ പ്രശ്നം? സുനിത മുഖമുയർത്തി അവരെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചിയെ കൊണ്ട് പറ്റില്ലമ്മേ. അല്ലെങ്കിൽ ചേച്ചി വിശ്രമം അറിയാതെ രാപ്പകലില്ലാതെ പണിയെടുക്കണം. എന്നാലും ബുദ്ധിമുട്ടാ. എനിക്കതറിയാം, ചേച്ചിക്കും അറിയാം.
പക്ഷേ ചേച്ചി പറയുന്നത് അത് നടക്കുമെന്നാ. വെറുതെ എന്തിനാ 1-2 വർഷം കളയുന്നതും അത്രയും കാശ് നശിപ്പിക്കുന്നതും? അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഡിഗ്രിക്ക് പോയാൽ മതിയെന്ന് പറഞ്ഞത്. അതാവുമ്പോൾ കിട്ടുന്ന സമയം വീട്ടിലിരുന്ന് കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനും കഴിയുമല്ലോ. ഇതാണോ കാര്യം? ഇക്കാര്യത്തിൽ നിന്നെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാണ് നിൻ്റെ ഈ ആഗ്രഹം? നിൻ്റേത് മാത്രമല്ല മോളെ, ഞങ്ങളുടെ മകൻ്റെ മോഹം കൂടിയാത്. അറിയോ നിനക്ക്? നീ അവനുള്ളതാണെങ്കിൽ നിൻ്റെ ഈ ചെറിയ ആഗ്രഹം നടപ്പാക്കി തരണ്ടേ? ചുമതലയും ഞങ്ങൾക്കുണ്ട്. അതിനുള്ള ചിലവൊന്നും കണ്ടെത്താൻ നീ തല പുകയ്ക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഞങ്ങൾക്ക് വിട്ടേരടി. എന്നിട്ടിനി ഞങ്ങൾക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കിത്താ, അല്ലേ അമ്മേ? പിന്നല്ലാതെ. നിനക്കൊന്നും പറയാനില്ലടാ രവി. ചമ്പകുട്ടിയമ്മ തിരിഞ്ഞു രവികൃഷ്ണനെ നോക്കി. എനിക്ക് പറയാനുള്ളതല്ലേ അമ്മേ ജയ പറയുന്നത്? ആരെങ്കിലും ഒരാൾ സംസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അക്കാര്യത്തിൽ എൻ്റെ മകന് പൂർണ്ണ സമ്മതം എന്നർത്ഥം. സുനിത അവിടെ നിന്നും കൊണ്ട് തലതിരിച്ചു ശ്രീലേഖയെ നോക്കി. അവൾ കണ്ണിമ വെട്ടാതെ അനിയത്തിയെ നോക്കി നിൽക്കുകയാണ്. സുനിത നടന്ന് ശ്രീലേഖയുടെ മുൻപിൽ ചെന്നു. ചേച്ചി. അവൾ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു. ആരൊക്കെ കൈവിട്ട് കളഞ്ഞാലും ദൈവം നമ്മളെ വിട്ടുകളയില്ല മോളെ. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അത് നമ്മുടെ മുൻപിൽ വരിക തന്നെ ചെയ്യും. ശ്രീലേഖ പറഞ്ഞു പൂർത്തിയാക്കിയതും സുനിത അവളെ കെട്ടിപ്പിടിച്ചു. സാരമില്ല മോളെ, ചേച്ചി തോറ്റുപോയെടുത്ത് നീയെങ്കിലും ജയിച്ചു കാട്ടണം. അതാ ഇനി നിൻ്റെ ചേച്ചിയുടെ വിജയം. അതിന് നമ്മൾക്കൊപ്പം ഇവരെല്ലാവരും കൂട്ടിനുണ്ട് മോളെ. ശ്രീലേഖ അവൾക്ക് ആശ്വാസം പകർന്നു നൽകി. സുനിതയ്ക്ക് പക്ഷേ സങ്കടമാണ് വന്നത്. അവളുടെ ഉടൽ തേങ്ങലിൽ വിറയുന്നത് കണ്ട് ശ്രീലേഖ അവളെ തഴുകി ആശ്വസിപ്പിച്ചും കൊണ്ടിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.